തിരുവല്ല എന്ന നാട് ഇങ്ങ് കേരളത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ പട്ടാപകൽ ഇന്നാട്ടിൽ നടന്ന ഹീനകൃത്യം കേട്ടുകഴിഞ്ഞാൽ അങ്ങ് ഉത്തരേന്ത്യയാണെന്ന് നമ്മൾ നിലച്ചു പോകും. സ്പാ ജീവനക്കാരിയെ കാപ്പ കേസിൽ ഉൾപ്പെട്ട കൊടും ക്രിമിനൽ മരണം സുബിൻ അതിക്രൂരമായാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് അതിജീവിതം തന്നെ തുറന്നു പറയുകയാണ്. ഗുണ്ടാപിരിവ് ചോദിച്ചെത്തിയ കാപാലികളുടെ കരവലയത്തിൽ ശ്വാസം മുട്ടിയ യുവതിക്ക് കൂടെയുണ്ടായിരുന്നവർ പോലും രക്ഷകരായില്ല. കടുത്ത മനോവേദനയോടെയാണ് ദുരനുഭവമായ യുവതി മാതൃഭൂമി ന്യൂസിനോട് തുറന്നു പറഞ്ഞത്. അതാദ്യം ഒന്ന് കേൾക്കാം. അവൻ എന്നെ വലിച്ച് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. 3/4 മണിക്കൂർ അതിൻ്റെ അകത്തിട്ട് മൊത്തം ദേഹോപദ്രവമായി. അകത്ത് നടന്ന പീഡനത്തിലേക്ക് എനിക്ക് സങ്കടമായി പോയത്, ഞാൻ അത്രയും കിടന്ന് കരഞ്ഞിട്ട് ഒരു മനുഷ്യൻ എന്നെ ഒന്ന് സഹായിക്കാനല്ല, എന്റെ കൂടത്തിൽ നിന്ന് ആ പെൺകൊച്ചൊന്ന് വന്ന് കടകെ വന്ന് മുട്ടുവോ, ചേച്ചിനൊന്ന് ചെയ്യല്ലേ എന്ന് പറയുമോ. മരണം മുന്നിൽ കണ്ട് അവിടെ കിടന്ന് കാറിയിട്ട് എന്നെ രക്ഷിക്കാൻ ഇവിടെ നിന്ന് ഈ പെൺകൊച്ച് വന്നില്ല. 6:30 പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് ലൈവ് വരുമെന്ന് പറഞ്ഞു. കുണ്ടാപ്പിരിവിന് നേരത്തെ വരാറുള്ളത് അതൊരു രാഹുൽ എന്ന് പറഞ്ഞ ഒരാളാണ് വന്നിട്ടുള്ളത്. നമ്മളോട് പൈസ കൗണ്ടറിലുള്ള മേടിച്ചിട്ടുമുണ്ട്, സാർ ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. പലവട്ടം രാഹുലിവിടെ വന്നിട്ടുള്ള കുണ്ടാപ്പിരിവിനും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാറ് പൈസ കൊടുത്തിട്ടുണ്ട്. കാപ്പ കേസ് പ്രതി സുബിൻ സെബാസ്റ്റ്യൻ ഇനി പുറം ലോകം കാണില്ല എന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറയുന്നുണ്ട്. കാപ്പ നടപടികൾ വേഗത്തിലാക്കുമെന്നും ശേഷിക്കുന്ന പ്രതികളെ പിടികൂടുമെന്നും SP പറയുന്നുണ്ട്. അതുകൂടി തിരുവല്ല സംഭവത്തിൽ സ്പാല് നമ്മൾ അതിക്രമണം നടന്നതായിട്ട് നമുക്കൊരു രഹസ്യവിവരം അവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ SHO തിരുവല്ല സ്പാട്ടുക ചെന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് അവിടെയുള്ള വിക്ടിമിയുടെ മൊഴി രേഖപ്പെടുത്തി ഇമ്മീഡിയറ്റായിട്ട് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ FIR എടുത്ത് അതേപോലെ ആ സമയം തന്നെ പ്രധാന പ്രതിയായ ഈ സുബിൻ അലക്സാണ്ടർ അദ്ദേഹത്തെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്ത് അതിനായിട്ടുള്ള നിയമ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളതുമാണ്. അതേപോലെ അതിലുള്ള മറ്റ പ്രതികളും കൂടി ആയ ഉടനുണ്ടായിരുന്ന ബെർലിൻ ദാസ് എന്നുള്ള ഒരു പ്രതിയും കൂടി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള SIT സംഘം തിരുവല്ല DSPയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വിവിധ സംഘങ്ങളാണ് പ്രതിയെ പിടിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അവരെ പിടിക്കാനുള്ള എല്ലാ നടപടികളിലും നമ്മൾ എടുത്തു വരുന്നുണ്ട്. ഈ കേസിൻ്റെ ആദ്യം പോലീസിന് ഈ കേസിൽ പരാതി ലഭിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോമോട്ടായിട്ട് അവിടെ SHO തിരുവല്ല SHO അവിടെ ചെന്നിട്ട് മൊഴി രേഖപ്പെടുത്തി അവിടെ വിക്ടിമിന് വേണ്ടിയുള്ള സഹായങ്ങൾ സപ്പോർട്ട് അവർക്കുള്ള ധൈര്യമെല്ലാം കൊടുത്ത് മൊഴി രേഖപ്പെടുത്തിയതാണ്. മൊഴി രേഖപ്പെടുത്തി അങ്ങനെ ഒരു പ്രൊആക്റ്റീവായിട്ട് കേസെടുത്ത് FIR എടുത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തതാണ്. നമ്മൾ ഇപ്പോൾ ഈ ഇതിലുള്ള പരാതിക്കാരി മറ്റും ഇതിലുള്ള ഉടമസ്ഥരെ നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ല DSP അതിനകത്തുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ പ്രധാനമുള്ള ദീർഘമായിട്ടുള്ള ഡീറ്റെയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഫർദറായിട്ടുള്ള അതിൻ്റെ ഉള്ള പരാതികളെ കുറിച്ച് അന്വേഷണം നടത്താനുണ്ട്. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനാണ്, പോലീസിനാണ്. തിരുവല്ല പോലീസിന് ആ കടമ പക്ഷേ കടലാസിലാണ്. പോലീസ് ക്രിമിനൽ കൂട്ടുകെട്ട് പത്തനംതിട്ടയിൽ പുതിയ കാര്യമല്ല. കൂണ് പോലെയാണ് പത്തനംതിട്ടയിൽ സ്പാ കേന്ദ്രങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. ഇവിടെ നിന്നെല്ലാം മാസപ്പടിയിനത്തിൽ പണം തട്ടുകയാണ് ചില പോലീസുകാരുടെ ജോലി. അങ്ങനെ വരുമ്പോൾ കേസുമില്ല, പ്രതികൾക്ക് അങ്ങനെ സ്വൈര്യമായി വിഹരിക്കുകയും ചെയ്യാം. ഈ സംഭവത്തിലും പോലീസ് മെല്ലെപ്പോക്ക് കാട്ടിയിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. പല പോലീസുകാർക്കും സ്പാ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പത്തനംതിട്ട SP തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ നടപടികൾ എടുക്കാറുണ്ട്. ഇത് മുൻപുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായിട്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നതാണ്. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വിൽ ടേക്ക് നെസസറി ആക്ഷൻ. തിരുവല്ല SHO നല്ല ടൈംലി ആയിട്ട് ആക്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഈസ് ഡൂയിങ് നല്ല രീതിയിലാണ് അവർ ആക്ട് ചെയ്തു വരുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഉള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിനായിട്ടുള്ള നടപടി എടുക്കും. മുൻപ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മൾ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തു.
പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന പല സ്പാ കേന്ദ്രങ്ങളുടെയും മറവിൽ നിയമവിരുദ്ധമായി പലതും നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിലെ ചിലർ മാസപ്പടി വാങ്ങി പല കുറ്റകൃത്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു എന്ന സംശയവും ബലപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്ത് നടപടിയാണ് ഇനി വേണ്ടത്? മാധ്യമപ്രവർത്തകൻ SD വേണുകുമാർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും പോലീസിന് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. പോലീസിന്റെ അറിവോടുകൂടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ സർക്കാരോ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരോ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ശരിയായ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെന്നെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്വസ്ഥതയും സമാധാനവും നിർണ്ണയിക്കുന്നത്, തീരുമാനിക്കുന്നത് ഗുണ്ടകളാണ്. ഗുണ്ടകൾ വിചാരിച്ചെങ്കിൽ സ്വസ്ഥത വരൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾ ഉണരണം, ജനങ്ങൾ ജാഗ്രതയോട് പ്രവർത്തിക്കണം. ജനങ്ങളുടെ ആ ഒരു പൗരബോധത്തോടു കൂടിയുള്ള നമ്മുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇതിനെതിരായിട്ടുള്ള ഒരു അവയർനെസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പ്രദേശം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയൂ. ശ്രീ വേണുകുമാർ പറഞ്ഞതുപോലെ തന്നെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. വീണ്ടും പ്രേക്ഷകരോട് എടുത്തെടുത്ത് പറയുന്നത്, ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത്. നോക്കണം, ഒരു പട്ടാപ്പകലാണ് ഒരു ഗുണ്ടാപ്പിരിവ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഗുണ്ടകൾ, കാപാലികന്മാർ ഒരു യുവതിയെ മുറിക്കുള്ളിൽ അങ്ങനെ ബന്ദിയാക്കി പൂട്ടിയിട്ട ശേഷം ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് സംഭവിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊരിക്കലും നമുക്ക് ഈ തരത്തിലേക്ക് ഇതിനെ വളം വെച്ച് കൊടുക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം എന്തായാലും ആ നിലപാട് സർക്കാർ സ്വീകരിക്കണം, പോലീസും സ്വീകരിക്കണം. TS ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണൻ, വളരെ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതും സമീപിക്കേണ്ടതും. ഇപ്പോൾ ഇതുവരെ സ്വീകരിച്ച പോലീസ് നടപടികൾ തൃപ്തികരമാണോ? 3-ലധികം പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. എന്താണ് പോലീസിന്റെ ഈ കേസിൽ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ നീക്കവും തുടർ നീക്കങ്ങളും? ഈ പോലീസ് സ്വീകരിച്ച നടപടി തൃപ്തികരമാണ് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അതിന്റെ കാരണം പറയേണ്ടത്, അതായത് തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും പോലീസ് നേരിടുന്നുണ്ട്. ഈ വാർത്ത കൂടുതൽ അന്വേഷിച്ചതിന് പിന്നാലെയാണ്, കേസ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റോ മറ്റ് നടപടിക്രമങ്ങളോ നടക്കുമ്പോൾ പോലീസ് സാധാരണ മാധ്യമപ്രവർത്തകരെ വാർത്താക്കുറിപ്പിലൂടെ അത് അറിയിക്കാറുള്ള പതിവുണ്ടായിരുന്നു. അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്, പോലീസ് അത് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഇത്രയും ഗൗരവമുള്ള ഒരു കേസിൽ. പക്ഷേ ഈ കേസിൽ മാത്രം പോലീസ് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അതായത് ഫെബ്രുവരി 1 ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവം നടക്കുന്നു, പോലീസ് ഈ വിവരം അറിയുന്നു, സ്വമേധയാ പോയി മൊഴിയെടുക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, 2 പ്രതികളെ പിടികൂടുന്നു. പ്രധാനപ്പെട്ട 2 പ്രതികളെ തന്നെയാണ് പോലീസ് പിടികൂടുന്നത്. ഈ പ്രതികളെ പിടികൂടിയ കാര്യം, ഇതെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം പോലീസ് ചെയ്തിട്ടും പക്ഷെ പോലീസ് ഈ വിവരം പുറത്തറിയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ആദ്യം പോലീസ് നേരിട്ട ആദ്യത്തെ ആരോപണം. അതിന് പിന്നാലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ മാസപ്പടി വാങ്ങുന്ന പോലീസുകാരും പോലീസ് സേനയിൽ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ അത് ഈ കേസിന്റെ പോലീസുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്, പോലീസും ഒപ്പം തന്നെ ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഈ വാർത്ത വരാനുള്ള സാഹചര്യം അതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് SP ഇന്ന് മറുപടി നൽകിയത്. പക്ഷേ SP ആ രീതിയിൽ സംസാരിച്ചെങ്കിൽ കൂടിയും അടുത്ത ദിവസങ്ങളിൽ പോലീസ് സേനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയരായവർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി, TS ഹരികൃഷ്ണനാണ് നിലവിലെ സാഹചര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പോലീസിന്റെയും ഈ ഗുണ്ടകളുടെയും അവിശുദ്ധ ബന്ധം അത് പോലീസ് സേനയിൽ പുതിയ കാര്യമല്ല. പക്ഷെ ഒരു ഹീനകൃത്യത്തിലാണ് ഇങ്ങനെ ഒരു നെക്സസ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടുകൂടി സ്റ്റേറ്റ് പോലീസ് DGP അടക്കം കാരണം ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുകളും അനിവാര്യമായി വരികയാണ്.